സൺഡേ സാറാമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്രായേലിൻ്റെ കഥ പറയുന്ന വീഡിയോ സീരീസിലെ 11ാം വോള്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് കുറച്ചാളുകൾ അതിനകത്തൊരു AD-BC കൺഫ്യൂഷനെ കുറിച്ച് പറയുകയുണ്ടായി. അത് കാരണം കാലഘട്ടത്തിൻ്റെ ഒരു ചേഞ്ചിലേക്ക് നമ്മൾ എത്തിയിരുന്നു. BC പീരീഡിൽ നിന്ന് AD പീരീഡിലേക്ക് കടക്കുന്ന ഒരു ചേഞ്ചിലേക്ക് എത്തിയിരുന്നു. റോമാ സാമ്രാജ്യത്തിൻ്റെ വളരെ പ്രമുഖമായൊരു കാലഘട്ടത്തിലേക്ക് വന്നു. റോമാ സാമ്രാജ്യം വളരെ വലിയ പ്രാമുഖ്യം പ്രാപിച്ചു വരുന്ന കാലഘട്ടം. ജൂലിയസ് സീസർ കഴിഞ്ഞു വരുന്ന അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വരുന്ന അഗസ്റ്റസ് സീസറാണ് അതിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ആ കാലഘട്ടത്തിലെ രാജാവ്. അപ്പം അദ്ദേഹം ആ സാമ്രാജ്യത്തെ വളർത്തി യൂറോപ്പ് മുഴുവനും, ഏഷ്യയുടെ ഒരു ഭാഗവും, ആഫ്രിക്കയുടെ മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് തീരത്തുള്ള രാജ്യങ്ങളുടെ നല്ലൊരു ഭാഗവും ഒക്കെ കീഴടക്കിയ രാജ്യത്തെ വളർത്തിയ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടം പറയുമ്പം ഈ AD-BC കൺഫ്യൂഷൻ വരും കലണ്ടറുകളെക്കുറിച്ച്. അപ്പോൾ നമ്മൾ കലണ്ടറുകളെക്കുറിച്ച് ഒരു ചെറിയ അവബോധം ആവശ്യമുണ്ട്. ചരിത്രം പറയുമ്പോൾ എപ്പോഴും കലണ്ടർ എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് ചരിത്രം മനസ്സിലാവുകയുള്ളൂ. നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്ന കലണ്ടറിൻ്റെ പേര് ഗ്രിഗോറിയൻ കലണ്ടർ എന്നാണ്. ലോകത്തെ എല്ലായിടത്തും ഫോളോ ചെയ്യുന്ന ഗ്രിഗോറിയൻ കലണ്ടറാണ്. ഈ ഗ്രിഗോറിയൻ കലണ്ടർ എന്നുള്ളത് ഡിസൈൻ ചെയ്തത് പോപ്പ് ഗ്രിഗറി 13 ഗ്രിഗറി 13 പോപ്പാണ്. അദ്ദേഹമാണ് ഈ കലണ്ടർ ഡിസൈൻ ചെയ്തത്. വാസ്തവത്തിൽ ഈ കലണ്ടർ ഡിസൈൻ ചെയ്തത് AD 1582 അപ്പോൾ നമ്മൾ ഇന്നിപ്പം AD 2024 നമ്മളുള്ളത്. ഈ ഇപ്പോൾ കാണുന്ന ഈ കലണ്ടർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് AD 1582 മാത്രമാണ്. അപ്പം അതിന് തൊട്ട് മുൻപ് അത് ജൂലിയൻ കലണ്ടർ എന്ന് പറയുന്ന കലണ്ടറിൻ്റെ ഒരു പിന്തുടർച്ചയാണ്. ജൂലിയൻ കലണ്ടർ എന്നുള്ളത് ജൂലിയസ് സീസർ ഡിസൈൻ ചെയ്ത കലണ്ടറാണ് ജൂലിയൻ കലണ്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ജൂലിയൻ കലണ്ടർ എന്ന് പേര് വിളിക്കുന്നത്. അപ്പം ആദ്യം ഈ ഗ്രിഗോറിയൻ കലണ്ടറും ജൂലിയൻ കലണ്ടറിൽ നിന്ന് ഗ്രിഗോറിയൻ കലണ്ടറിലേക്ക് മാറാനുള്ള ഒന്നാമത്തെ കാരണം ഈ സോളാർ ഇയറിൻ്റെ സൂര്യൻ്റെ ഒരു വർഷം എന്ന് പറയുന്നത്, സൂര്യൻ ഭൂമധ്യരേഖയിൽ ഒരു കറക്റ്റ് പൊസിഷനിൽ നിന്ന് അത് ഉത്തരായനത്തിലേക്കും ദക്ഷിണായനത്തിലേക്കും ചാഞ്ഞ് തിരിച്ചു വന്ന് ആ സെൻട്രൽ പോയിന്റ് നിൽക്കുന്ന ആ പീരീഡ് 365.25 ദിവസങ്ങളായിട്ടാണ് ജൂലിയൻ കലണ്ടറിൽ കണക്ക് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് പിന്നീട് കാലഘട്ടം കുറേയും കൂടി പുരോഗമിച്ചു വന്നു. ഗലീലിയോയുടെ കാലഘട്ടമൊക്കെ വന്നപ്പോഴേക്കും കുറച്ചും കൂടി കൃത്യതയോടെ അത് കണക്ക് കൂട്ടാൻ പറ്റി. അങ്ങനെ കണക്ക് കൂട്ടിയ സമയത്ത് അത് 365.245 ദിവസങ്ങളേ ഉള്ളൂ. അതായത് ഒരു 0.0075 ഡേ ജൂലിയൻ കലണ്ടറിൽ കണക്ക് കൂട്ടിയതിനേക്കാൾ കുറവാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ 400 വർഷം കൂടുമ്പോൾ ഒരു ദിവസത്തെ വ്യത്യാസം വരും. അപ്പോൾ ആ വ്യത്യാസം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഗ്രിഗോറിയൻ കലണ്ടർ പ്രധാനമായിട്ടും ഡിസൈൻ ചെയ്തത്. അപ്പോൾ ജൂലിയൻ കലണ്ടറിൽ നിന്ന് ഗ്രിഗോറിയൻ കലണ്ടറിലേക്ക് മാറാനുള്ള കാരണം ഒന്ന്, ഈ ദിവസത്തിൻ്റെ ദൈർഘ്യത്തെ സംബന്ധിച്ച് കുറച്ചും കൂടി മെച്ചപ്പെട്ട ധാരണ കിട്ടിയതുകൊണ്ടാണ്. 2, ഈസ്റ്റർ നിശ്ചയിക്കുന്നതുമായി ഒരു കൺഫ്യൂഷനുണ്ട്. അപ്പം ഈസ്റ്റർ നിശ്ചയിക്കുന്നതുമായി വരുന്ന കൺഫ്യൂഷൻ കത്തോലിക്ക സഭയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ 1500-കളിലൊക്കെ ലോകത്തിലെ ഏറ്റവും പ്രമുഖമായ സംവിധാനം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായും ഒക്കെ മുൻപിൽ നിൽക്കുന്നത് കത്തോലിക്ക സഭയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് തന്നെ ആ കലണ്ടർ ഡിസൈൻ ചെയ്യാനും ലോകം മുഴുവൻ എത്തിക്കാനും സാധിച്ചുള്ളൂ. അപ്പോൾ ആ കലണ്ടറിൽ ഈസ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരുന്നു, അത് റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഈ സൂര്യനെ ബേസ് ചെയ്തുള്ള കലണ്ടറുകൾ BC 2000 മുമ്പ് തന്നെ ലോകത്തിൽ നിലവിലുണ്ട്. ഈജിപ്തുകാരാണ് ആദ്യമായിട്ടൊരു കലണ്ടർ സ്റ്റാർട്ട് ചെയ്തത്. അവർക്ക് ഇതുപോലെ 365 ദിവസം ബേസ് ചെയ്തുകൊണ്ടുള്ള 12 മാസത്തിന്റെ കലണ്ടർ അവർക്കുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ആഴ്ചകൾ 8 ദിവസത്തിന്റെ ആഴ്ചകളായിരുന്നു. എന്നാലും BC കാലഘട്ടത്തിൽ തന്നെ അതുണ്ട്. ബാബിലോണിയൻ റീജിയണിലും കലണ്ടറുകൾ നിലവിലുണ്ട്. എങ്കിലും കൃത്യതയോടെ ഒരു കലണ്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒന്നാമത്തെ റോമ രാജാവായിട്ടുള്ള റോമുലൂസാണ്. റോമുലൂസ് നമ്മൾ കഴിഞ്ഞ ദിവസം പറയേണ്ട AD 750 ഈ റോമൻ സാമ്രാജ്യം തുടങ്ങി വെക്കുന്നത്. ആ തുടങ്ങി വെക്കുന്നത് തന്നെ ആ സമയത്ത് തന്നെ അവർ കൃത്യതയോടെ ഒരു കലണ്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, 12 മാസങ്ങളുടെ ഒരു കലണ്ടർ. പക്ഷെ അവർ ആദ്യം ആക്സെപ്റ്റ് ചെയ്തത് ഈ ഈജിപ്ഷ്യൻ മെത്തേഡിലുള്ള 8 ദിവസങ്ങളുള്ള ആഴ്ചയായിരുന്നു. 7 ദിവസമുള്ള ആഴ്ച ഡിസൈൻ ചെയ്തിട്ടുള്ള ബാബിലോണിയക്കാരാണ്. അപ്പോൾ ഈ ബാബിലോണിയൻ പ്രവാസമൊക്കെ കഴിഞ്ഞ് വന്ന ജൂതന്മാർ ഈ ബാബിലോണിയൻ കൾച്ചർ ഉള്ളതുകൊണ്ട് അവരും ഈ 7 ദിവസമുള്ള ആഴ്ചയാണ് ഫോളോ ചെയ്തത്. ബാബിലോണിയക്കാർ അതും 700-600 ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് അവർ ആ 7 ദിവസമുള്ള ആഴ്ചകൾ ഡിസൈൻ ചെയ്യുന്നത്. അത് പിന്നീട് റോമാ സാമ്രാജ്യവും ഈ 7 ദിവസമുള്ള ആഴ്ചകൾ ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ആദ്യമുള്ള കലണ്ടറിൽ തന്നെ 12 മാസം ഉണ്ടായിരുന്നു. 12 മാസങ്ങൾക്ക് പേരിട്ടതും ഒക്കെ റോമൻ രാജാക്കന്മാർ തന്നെയാണ്. അവരുടെ റോമിലുണ്ടായിരുന്ന ദേവന്മാരുടെ പേരുകളാണ് മാസങ്ങൾക്കും അതുപോലെ ആഴ്ചകൾക്കും കൊടുത്തിട്ടുള്ളത്. അപ്പം 7 ദിവസത്തെ
ആഴ്ചകൾക്കും ഉള്ളത് റോമൻ ദേവന്മാരുടെ പേരാണ്. പക്ഷെ ആദ്യം ഈ കലണ്ടർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മാർച്ച് മാസമായിരുന്നു ഒന്നാമത്തെ മാസം. ഈ മാർച്ച് മാസത്തിനെ പിന്നീട് മൂന്നാമത്തെ മാസമാക്കി മാറ്റിയിട്ട് ജനുവരിയെ ഒന്നാമത്തെ മാസമാക്കി മാറ്റിയത് നോമ പൊമ്പലിയൂസ് എന്ന് പറയുന്ന BC 715 മുതൽ 673 വരെ റോമ സാമ്രാജ്യം വാണിരുന്ന ഒരു രാജാവാണ്. അദ്ദേഹമാണ് ഈ ജനുവരിനെ പിടിച്ച ഒന്നാമത്തെ മാസം. ജാനൂസ് എന്ന് പറയുന്ന അവരുടെ ദേവൻ, അദ്ദേഹമാണ് ഗോഡ് ഓഫ് ബിഗിനിങ്. നമ്മുടെ നാട്ടിൽ ഗണപതിയൊക്കെ പോലെ. അപ്പോൾ ഒരു ഗോഡ് ഓഫ് ബിഗിനിങ് ആണ്. അതുകൊണ്ട് ജനുവരിനെ ആദ്യം ഇട്ടു. മാർച്ച് എന്ന് പറയുന്ന യുദ്ധത്തിന്റെ ദൈവമാണ്, അതിന് മൂന്നാമത്തെ മാസം ഇട്ടു. അപ്പൊ അങ്ങനെ ഒരു ചേഞ്ച് ഈ BC 715 673 ഇടയിൽ റോമൻ കലണ്ടർ റോമാക്കാർ തന്നെ വരുത്തി. പിന്നീട് ഞാൻ പറഞ്ഞു 7 ദിവസമുള്ള ആഴ്ചകളിലേക്ക് അവർ വന്നു. ആദ്യം 8 ദിവസത്തെ ആഴ്ചയായിരുന്നു, പിന്നെ 7 ദിവസമുള്ള ആഴ്ചകളിലേക്ക് വന്നു. ഇത് പിന്നീട് ഈ ജൂലിയസ് സീസർ ആണ് ഈ കലണ്ടറിൽ കാര്യമായ ചേഞ്ചസ് വരുന്നത്. കാര്യമായ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ജൂലിയസ് സീസർ ആണ് ഈ 365.25 ദിവസം എന്നുള്ള ആ ഒരു സോളാർ ഇയറിന്റെ കൃത്യത ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലീപ്പ് ഇയർ എന്നുള്ള ഒരു കൺസെപ്റ്റ് അദ്ദേഹത്തിന്റെ അദ്ദേഹമാണ് കൊണ്ടുവന്നത്. അപ്പൊ 365.25 ഡേയ്സ് ഉള്ള സോളാർ ഇയർ എന്നുള്ളതും പിന്നെ ലീപ്പ് ഇയർ എന്നുള്ള കൺസെപ്റ്റും ഇത് ജൂലിയസ് സീസറിന്റെ ജൂലിയൻ കലണ്ടറിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഓരോ മാസങ്ങളുടെയും ദിവസങ്ങളൊക്കെ കൃത്യതയോടെ സെറ്റ് ചെയ്ത് ഏത് മാസമൊക്കെ 30, ഏത് മാസമൊക്കെ 31 എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യതയോടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ജൂലിയൻ കലണ്ടറിലാണ്. ഇത് BC 46 ജൂലിയസ് സീസർ ചെയ്തിട്ടുള്ളത്. BC 45 അദ്ദേഹം വധിക്കപ്പെട്ട കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ജനുവരി 1 ന്യൂ ഇയർ ഡേ ആയിട്ട് അദ്ദേഹം റീഫിക്സ് ചെയ്തു. നേരത്തെ മുതലേ അങ്ങനെ തന്നെയാണ്. അത് അദ്ദേഹം ഒന്നും കൂടി ഉറപ്പിച്ചു. ജനുവരി 1 ന്യൂ ഇയർ ഡേ എന്നുള്ളത്. ഇത് പിന്നീട് ഇവരുടെ സാമ്രാജ്യത്തിൽ ഇതിങ്ങനെ വരുന്നുണ്ട്. ഈ 7 ഡേ വീക്കിന് ഒഫീഷ്യൽ ഡിഗ്രി, ഇതൊക്കെ രാജാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ജനങ്ങൾക്ക് ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. രാജാവ്, രാജകൊട്ടാരത്തിൽ ചരിത്രം എഴുതുന്നവര്, അങ്ങനത്തെ ആളുകൾക്കാണ് ഇത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യമുള്ളത്. പിന്നീട് കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന ചക്രവർത്തി 321 AD റോമൻ ചക്രവർത്തിയാണ്. കോൺസ്റ്റന്റൈൻ ആണ് റോമ സാമ്രാജ്യത്തിലെ ഏറ്റവും വലിയ ചക്രവർത്തി. ഏറ്റവും കൂടുതൽ ഏതാണ്ട് ഏഷ്യയുടെ ഒരു പകുതിയധികം ഭാഗവും യൂറോപ്പ് മുഴുവനും ആഫ്രിക്കയുടെ നല്ലൊരു ഭാഗമൊക്കെ കൈയടക്കി വെച്ച റോമ സാമ്രാജ്യത്തിന്റെ ഏറ്റവും പ്രാമുഖ്യമുള്ള കാലത്ത് റോം ഭരിച്ച ചക്രവർത്തിയാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി. നമുക്കറിയാവുന്നതുപോലെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ക്രിസ്തു മതത്തെ റോമ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി അംഗീകരിക്കുകയും അതാണ് ക്രിസ്ത്യാനിറ്റി ഇത്രയധികം സ്പ്രെഡ് ആവാനുള്ള കാരണം. അപ്പോൾ അത് ചില അത്ഭുതങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അത്തരം കഥകളിലേക്ക് നമ്മൾ പോകുന്നില്ല. എന്തായാലും അദ്ദേഹമാണ് ആദ്യത്തെ ക്രിസ്ത്യൻ റോമൻ എംപറർ. അദ്ദേഹമാണ് ഈ 321 AD ഈ 7 ദിവസമുള്ള വീക്കിനെ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും ബാധകമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഒഫീഷ്യൽ ഡിഗ്രി ഇറക്കുന്നത്. ഇത് 321 AD സംഭവിച്ച കാര്യമാണ്. ഈ ഡിസംബർ 25 അതിനെ ക്രിസ്മസ് എന്ന് ആ ദിവസം ക്രിസ്മസ് ആഘോഷിക്കാൻ തീരുമാനിച്ചതും കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ്. അത് 336 AD 336 AD ക്രിസ്മസ് ഡിസംബർ 25-ാം തീയതി ആഘോഷിക്കണം എന്ന രാജകൽപ്പന പുറത്തിറങ്ങുന്നത്. അന്ന് മുതലാണ് ലോകത്തിലെ ഡിസംബർ 25-ന് ക്രിസ്മസ് ആഘോഷിക്കാൻ തുടങ്ങിയത്. ഇതും അതുപോലെ തന്നെ ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ദിവസം എന്ന് പറയുന്നത് ദി ഡേ ഓഫ് അൺകോൺക്വേർഡ് സൺ. ഇവര് സൂര്യനെ ആരാധിക്കുന്ന ആളുകളായിരുന്നു റോമാ സാമ്രാജ്യത്തിലുള്ളവര്. ഒരിക്കലും പരാജയപ്പെടുത്താനാവാത്ത സൂര്യന്റെ തിരുനാൾ ദിനം എന്ന് പറഞ്ഞുകൊണ്ട് റോമാ സാമ്രാജ്യത്തിൽ അക്കാലം വരെ ആചരിച്ചിരുന്ന ഒരു തിരുനാൾ ദിനത്തെയാണ് ക്രിസ്മസ് ആയിട്ട് ഫിക്സ് ചെയ്തത്, യേശുവിന്റെ ജന്മദിനമായിട്ട്. നമുക്കറിയാവുന്നതുപോലെ യേശുവിന്റെ ജന്മദിനത്തിൽ പഞ്ചായത്തിൽ പോയിട്ട് ജനനം രജിസ്റ്റർ ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് യേശു ജനിച്ച കൃത്യ ദിവസം ഒന്നും ആർക്കും അറിയാൻ പാടില്ല. അപ്പം അത് ഈ ഡിസംബർ 25-നാണ് എന്നുള്ള ഒരു തീരുമാനമെടുത്തിട്ടുള്ളത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ്. അത് 336 AD ചെയ്തിട്ടുള്ളത്. അതുപോലെ ഞായറാഴ്ച ഹോളിഡേ ആണെന്ന് തീരുമാനിച്ചതും ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ്. ആ തീരുമാനം വന്നിട്ടുള്ളത് 321 AD. ഈ ക്രിസ്മസ് ആചരിച്ചു തുടങ്ങിയത് 336 AD. അപ്പൊ 321 AD മുതൽ എല്ലാ ഞായറാഴ്ചകളും ഹോളിഡേ ആണ്. ഇന്ന് വരെ അങ്ങനെ തന്നെയാണ്. അതുപോലെ ക്രിസ്മസ് ഡിസംബർ 25-ന് ആഘോഷിക്കുക എന്നുള്ളത് 336 AD തുടങ്ങിയതാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ക്രിസ്മസ് വരാൻ പോകുന്നു. അപ്പൊ അതില് അപ്പൊ നമ്മളിത് മനസ്സിലാക്കണം, ഇതൊക്കെ റോമാ സാമ്രാജ്യത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു യേശു ജനിച്ച ദിവസമൊന്നും ആർക്കും അറിയാൻ പാടില്ല, ജനിച്ച വർഷം ആർക്കും അറിയാൻ പാടില്ല, നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പൊ ഇത് പിന്നീട് ഈ സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയ ചരിത്ര വസ്തുതകളുണ്ട്. ഓപ്പൺ ഹിസ്റ്ററി, സെക്യുലർ ഹിസ്റ്ററി, രാജാക്കന്മാരുടെ പേരുകള്,
പിന്നെ അങ്ങനത്തെ ചില കാര്യങ്ങൾ ബൈബിളിനകത്ത് പരാമർശിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അത് പരാമർശിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പിന്നീട് ഈ AD 1 എന്നുള്ളതിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ റോമാ സാമ്രാജ്യത്തിൽ ഈ കലണ്ടറൊക്കെ നിലവിലുണ്ടെങ്കിലും വർഷങ്ങൾ തുടർച്ചയായിട്ടുണ്ടെന്ന രീതി ഉണ്ടായിരുന്നില്ല. ഇവരെ എണ്ണിക്കൊണ്ടിരുന്നത് ഇവരുടെ പിന്നെ ഈ നമുക്കറിയാവുന്നതുപോലെ ഇവർക്ക് ഒരു കൺസൂൾസ് പറയുന്ന ഒരു റോമൻ സെനറ്റ് ഉണ്ട്. അപ്പോൾ ആ റോമൻ സെനറ്റിലേക്ക് കൗൺസിൽമാരെ ഇങ്ങനെ തിരഞ്ഞെടുക്കും. ആ കൗൺസിൽമാരുടെ കാലഘട്ടം 15 വർഷമാണ്. അപ്പോൾ ഒരു സെറ്റ് ഓഫ് കൗൺസിൽസ് ചാർജ് എടുക്കുന്ന ഒരു കാലഘട്ടമാണ് വർഷം തുടങ്ങുന്ന കാലഘട്ടമായിട്ട്. അപ്പോൾ ഇന്ന കൗൺസിലർമാർ ചാർജ് എടുത്ത വർഷം 1, 2, 3, 4, 5 അങ്ങനെ 15 വരെ എണ്ണിക്കഴിഞ്ഞാൽ അവരുടെ കാലം കഴിഞ്ഞു. പിന്നീട് ആ കൗൺസിൽസിന്റെ കാലം കഴിഞ്ഞാൽ വീണ്ടും വർഷം 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യണം പുതിയ കൗൺസിലർമാരുടെ. അപ്പോൾ ഇവർ ചരിത്രം രേഖപ്പെടുത്തുമ്പം ഇന്ന കൗൺസിലർമാരുടെ കാലഘട്ടത്തിൽ ഇന്നത് സംഭവിച്ചു, ഇന്ന കൗൺസിലർമാർ 1-ാം വർഷം, 2-ാം വർഷം, 3-ാം വർഷം, 4-ാം വർഷം, 5-ാം വർഷം, അങ്ങനെ 15 വർഷം വരെ ചെയ്തു. പിന്നീട് അടുത്ത സെറ്റ് ഓഫ് കൗൺസിലർമാരാണ്. അപ്പോൾ അവരെപ്പോഴും വർഷം എണ്ണുന്നത് അങ്ങനെയാണ്. അല്ലാണ്ട് തുടർച്ചയായിട്ട് 100, 100, 1000, 10,000 അങ്ങനെ എണ്ണുന്ന രീതിയില്ല. എണ്ണുന്ന രീതി എന്ന് പറഞ്ഞ് 15 കഴിയുമ്പോഴത്തേക്കും പിന്നെ പുതിയ സെറ്റ് ഓഫ് വർഷങ്ങൾ ആരംഭിക്കുകയായി. അപ്പോൾ ആ രീതികൾ ഒരു തരത്തിലും ഹൈലി ഇൻകൺവീനിയൻ്റ് ആണ്. ഇത് ഹൈലി ഇൻകൺവീനിയൻ്റ് ആണെന്ന് ബോധ്യപ്പെടുകയും യേശുവിൻ്റെ ജനനം എന്നുള്ളത് മനുഷ്യരാശിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണെന്ന് തിരിച്ചറിയുകയും ചെയ്ത ഡയോണിസസ് എക്സിഗസ് എന്ന് പറയുന്ന ഒരു സിന്ധിയൻ മങ്ക്, സിന്ധിയൻ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന സന്യാസ സമൂഹമാണ്. അതിനുണ്ടായിരുന്ന ഒരു സന്യാസി, അദ്ദേഹമാണ് യേശുവിൻ്റെ വർഷം അനോഡോമിനി AD എന്നുള്ളതിൻ്റെ ഫുൾ ഫോം അനോഡോമിനി എന്നാണ്. അനോഡോമിനി എന്നുള്ളതിൻ്റെ മീനിങ് ഇംഗ്ലീഷിലുള്ള അർത്ഥം ഇൻ ദ ഇയർ ഓഫ് ലോഡ് എന്നാണ്. അതായത് ദൈവത്തിൻ്റെ വർഷം. യേശു പൂജാതനായതിനു ശേഷം ഇത് ദൈവത്തിൻ്റെ വർഷമാണ്. പിന്നെ യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. അപ്പം യേശു സർവശക്തനായി വാഴുന്ന കാലം എന്ന അർത്ഥത്തിൽ ഇൻ ദ ഇയർ ഓഫ് ലോഡ്. ഇപ്പം നമ്മൾ AD 2024 എന്ന് പറഞ്ഞാൽ യേശു ലോഡായി വാഴുന്ന അല്ലെങ്കിൽ യേശു ദൈവമായി വാഴുന്ന 2024 വർഷം എന്നാണ് അതിൻ്റെ അർത്ഥം. AD 2024 നമ്മൾ പറയുമ്പോൾ ഇൻ ദ ഇയർ ഓഫ് ലോഡ് 2024 അല്ലെങ്കിൽ യേശു ക്രിസ്തു ദൈവമായി വാഴുന്ന 2024 വർഷം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇദ്ദേഹം അനോഡോമിനി എന്നാണ് പേരിട്ടത്. പിന്നീട് അതിന് സ്വാഭാവികമായിട്ട് ഇപ്പൊ ക്രിസ്തുവിന് മുൻപ് BC എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ വളരെ കാവ്യാത്മകമായ ഒരു പേര് ഈ സന്യാസി ഇട്ടു. പക്ഷെ അതിന് പുറകോട്ടുള്ളത് വെറും BC, ബിഫോർ ക്രൈസ്റ്റ് എന്നാണ്. അതിനൊരു കാവ്യാത്മകതയില്ല. ഈ AD എന്നുള്ളൊരു കാവ്യാത്മകതയുണ്ട്. കാരണം അദ്ദേഹം അത് വിശ്വാസത്തിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന ഒരു വാക്കാണ്. അതുകൊണ്ടാണ് അനോഡോമിനി AD എന്നുള്ള ആ വാക്ക് വന്നത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഈ റോമൻ കൗൺസിൽസിന്റെ ഇങ്ങനെ ചരിത്രം, അവരുടെ കൃത്യമായ ചരിത്രങ്ങളുണ്ട്. ചരിത്രരേഖകൾ പരിശോധിച്ചപ്പോൾ തിബേരിയസ് സീസറിന്റെ 15ാമത്തെ ഭരണവർഷമാണ് ഈശോ പരസ്യജീവിതം ആരംഭിച്ചത് എന്ന് ലൂക്കായുടെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഈശോ പരസ്യജീവിതം ആരംഭിച്ചത് തിബേരിയസ് സീസറിന്റെ ഭരണവർഷം ഈ 15ാം ഭരണവർഷമാണ്. അത് ലൂക്കായുടെ സുവിശേഷത്തിൽ ഒരു 3-ാമത്തെ വാക്യമായിട്ട് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ 22ാമത്തെ വാക്യമായിട്ട് ഈശോ പരസ്യ ജീവിതം ആരംഭിച്ചത് 30-ാം വയസ്സിലുമാണ് എന്ന് ലൂക്ക തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ലൂക്കായുടെ സുവിശേഷത്തിലെ ഈശോ 30 വയസ്സിൽ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് തിബേരിയസ് സീസറിന്റെ 15ാമത്തെ ഭരണവർഷമാണ്. അപ്പൊ അദ്ദേഹം അവിടെ വെച്ച് ഈ കാൽക്കുലേഷൻ ബേസ് ചെയ്ത് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെത് യേശു ജനിച്ചിട്ട് 532ാമത്തെ വർഷത്തിലാണ് ഈ സന്യാസി ഡയോണിസ് എക്സിഗസ് ഉള്ളതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ അദ്ദേഹം ഈ കാൽക്കുലേഷൻ നടത്തുന്ന വർഷം AD 532. അദ്ദേഹം ബാക്കോട്ട് എണ്ണി അങ്ങനെ AD 1 എന്നുള്ളത് യേശുവിന്റെ ജനന വർഷമായിട്ട് അദ്ദേഹം ഫിക്സ് ചെയ്തു. അപ്പൊ അതിന് അദ്ദേഹം എടുത്തിട്ടുള്ള റഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് തിബേരിയസ് സീസറിന്റെ 15ാമത്തെ ഭരണവർഷത്തിൽ യേശുവിന് 30 വയസ്സ് എന്നുള്ളതാണ് അദ്ദേഹം എടുത്തിട്ടുള്ള സ്റ്റാൻഡേർഡ്. ആ സ്റ്റാൻഡേർഡിൽ നിന്ന് ബാക്കോട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് AD 1 യേശു ജനിച്ച കാലഘട്ടമായിട്ട് അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്യുകയും അങ്ങനെ AD 1 മുൻപുള്ളത് BC 1. അപ്പം യേശുവിന് മുൻപ് ഒരു കാലഘട്ടമെന്നും യേശുവിന് ശേഷം ഒരു കാലഘട്ടമെന്നും ലോക ചരിത്രത്തെ കൃത്യതയോടെ 2ആയി വിഭജിക്കുകയും ചെയ്തു. അപ്പം ഇന്ന് ലോക ചരിത്രം പറയുന്ന ആർക്കും യേശുവിനെ റെഫർ ചെയ്യാതെ ചരിത്രം പറയാനാവില്ല. ഒന്നുകിൽ യേശു ജനിച്ചതിന് ശേഷം, അല്ലെങ്കിൽ യേശുവിന്റെ കാലത്ത്, അല്ലെങ്കിൽ യേശുവിന് മുമ്പ്. അങ്ങനെ ലോകത്തിൽ ആർക്കും ഇന്ന് ചരിത്രം പറയാനാവൂ, അല്ലാതെ ചരിത്രം പറയാനാവില്ല. അതായത് ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായി യേശുവിന്റെ ജനനം മാർക്ക് ചെയ്യപ്പെട്ടു. അപ്പൊ ഇതില് ഇനി ഇപ്പൊ നമ്മൾ അടുത്ത കാലത്തൊക്കെ നിങ്ങൾ ഡോക്യുമെന്റ്സ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ CE, BCE എന്നിങ്ങനെ ഒരു സൂചനയാണ്. AD എന്നുള്ളതിന് പകരം CE, ക്രിസ്ത്യൻ ഇറ എന്നോ കോമൺ ഇറ എന്നോ അതിനെ വായിക്കാം. അപ്പം ഈ യേശു എന്നുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് സൂക്ഷിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരുപാട് ആളുകൾ കണ്ടേക്കാം. അതുകൊണ്ട് ചരിത്രം എഴുതാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കാലഘട്ടം മാർക്ക് ചെയ്തിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആർക്കും
ആർക്കെങ്കിലും ഈ ഒരു പേരിനോട് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ പ്രയാസം വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോമൺ ഇറ എന്നും ബിഫോർ കോമൺ ഇറ എന്നും BCE, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഇറ എന്നും, അല്ലെങ്കിൽ ബിഫോർ ക്രിസ്ത്യൻ ഇറ എന്നും BCE എന്ന് മാർക്ക് ചെയ്യുന്ന ഒരു രീതിയിൽ. അപ്പം ഇപ്പോഴത്തെ ഡോക്യുമെന്റിൽ പലപ്പോഴും നമ്മൾ വിക്കിപീഡിയ എടുത്ത് നോക്കുമ്പോൾ AD BC എന്നുള്ള ഒരു റെഫറൻസിനേക്കാളും CE BCE എന്നുള്ള റെഫറൻസുകളാണ് കാണുക. അതിന്റെ കാരണം ഇതാണ്. അപ്പൊ അത് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്താണ് AD1, എങ്ങനെ AD1 ഉണ്ടായി, ഇതൊക്കെ നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി യേശു ജനിച്ചതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഇത് ശരിക്കും ഇദ്ദേഹത്തിന്റെ ഈ കാൽക്കുലേഷൻ തെറ്റിപ്പോയി എന്നാണ് അടുത്ത കാലത്ത് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതായത് യേശു ഈ ബൈബിളിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാ സുവിശേഷന്മാരും മാർക്ക് ചെയ്തിട്ടുള്ള കാര്യമാണ്, സമാന്തര സുവിശേഷം എഴുതിയിട്ടുള്ള എല്ലാവരും മാർക്ക് ചെയ്തിട്ടുള്ള കാര്യമാണ്, യേശു ജനിച്ചത് ഹെറോദോസിന്റെ കാലഘട്ടത്തിലാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന കലണ്ടർ വെച്ച്, ഗ്രിഗോറിയൻ കലണ്ടർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഹെറോദോസ് BC 4 മരിച്ചിട്ടുണ്ട്. അപ്പോൾ BC 4 ഹെറോദോസ് മരിച്ചിട്ടുണ്ടെങ്കിൽ യേശു ജനിച്ചത് ഏറ്റവും ചുരുങ്ങിയത് BC 4 ആയിരിക്കണം, അല്ല BC 4 പുറകോട്ടായിരിക്കണം. അപ്പം ദൈവശാസ്ത്രജ്ഞന്മാർ എത്തി നിൽക്കുന്ന ഒരു കൺക്ലൂഷൻ യേശുവിന്റെ ജനന വർഷം BC 4 ആണെന്നാണ്. അതിനുള്ള കാരണം ഇതാണ്, ഹെറോദോസ് മരിച്ചത് BC 4 അപ്പൊ അതുകൊണ്ട് യേശു ജനിച്ചത് ഏറ്റവും ചുരുങ്ങിയത് BC 4 ആയിരിക്കണം, അല്ലെങ്കിൽ അതിന് മുൻപോട്ടായിരിക്കണം. അപ്പൊ BC 4 എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാനിത് പറഞ്ഞതിനെ സംബന്ധിച്ചും ചില ആളുകൾ സംശയം പ്രകടിപ്പിക്കുകയുണ്ടായി. അപ്പൊ അതിന്റെ റീസൺ ഇതാണ്. ഇനി ഈ കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരുന്ന ഏറ്റവും പ്രമുഖനായിട്ടുള്ള ദൈവശാസ്ത്ര പണ്ഡിതൻ എന്ന് പറയുന്നത് പോപ്പ് ബെനഡിക്ട് 16 ആണ്. ഇതിന് തൊട്ട് മുമ്പിലത്തെ പോപ്പ് വലിയ ദൈവശാസ്ത്ര പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീസസ് ഓഫ് നസറത്ത് എന്ന് പറയുന്ന 2 വോളിയൂംസ് ഉള്ള ഒരു പുസ്തകമുണ്ട്. അപ്പൊ അത് യേശുവിന്റെ ജീവചരിത്രമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പൊ യേശുവിന്റെ ജീവചരിത്രം എഴുതുമ്പോൾ യേശു ജനിച്ചതും മരിച്ചതും യേശുവിന്റെ പെസഹായും ഇത്തരം ഡേറ്റുകളെ കുറിച്ചൊക്കെ വളരെ വിശദമായി അദ്ദേഹം ഗവേഷണം ചെയ്ത് ഇന്ന് സഭയിൽ അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ ഡോക്യുമെന്റ്സും എടുത്തു വെച്ചുകൊണ്ട് അദ്ദേഹം അത് ചർച്ച ചെയ്യുന്നുണ്ട്. വലിയ പുസ്തകമാണ്, താല്പര്യമുള്ളവർക്ക് വായിക്കാം. ജീസസ് ഓഫ് നസറേത്ത് എന്നാണ് അതിന്റെ മലയാളം പരിഭാഷ. നസ്രായനായ യേശു എന്ന് പറഞ്ഞുകൊണ്ട് അവൈലബിൾ ആണ്. അപ്പൊ അതിൽ ഇത്തരം ഡീറ്റെയിൽസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം ഈ ഹെറോദോസിന്റെ മരണകാലഘട്ടം പോലും അത്ര കൃത്യതയോടെ പറയാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് യേശു ജനിച്ചത് BC 7-നും 3-നും ഇടയിലുള്ള ഏതോ ഒരു സമയത്താണ്. അപ്പം പോപ്പ് ബെനഡിക്റ്റിന്റെ കൺക്ലൂഷൻ അനുസരിച്ച് യേശുവിന്റെ ജനനം ബിറ്റ്വീൻ BC 7 ആൻഡ് BC 3 ആണ്. എന്നാൽ തൽക്കാലം നമുക്കിത് BC 4 എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ യേശു 30-ാമത്തെ വയസ്സിൽ പരസ്യ ജീവിതം ആരംഭിച്ചുവെങ്കിൽ AD 26 ഈശോയുടെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 3 വർഷമാണ് ഈശോയുടെ പരസ്യ ജീവിതം. അങ്ങനെയാണെങ്കിൽ ഈശോയുടെ കുരിശുമരണം വരുന്നത് AD 29 അപ്പം 2029 യേശുവിന്റെ കുരിശുമരണവും ഉത്ഥാനവും ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞിട്ട് 2000 വർഷം തികയുന്നു എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കുക. ഇനി ഈ ഈസ്റ്ററിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഈസ്റ്റർ ഡേറ്റ് മാറി മാറി വരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഈസ്റ്റർ ഡേറ്റ് വളരെ സിമ്പിൾ ആയിട്ടാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. മാർച്ച് 21 എന്നുള്ളത് സൂര്യൻ പിന്നെ അത് ഉത്തരായനം ദക്ഷിണായനം അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ആ പർട്ടിക്കുലർ ഡേ മാർച്ച് 21 ശേഷം വരുന്ന പൗർണമി കഴിഞ്ഞുള്ള ഞായറാഴ്ചയാണ് ഈസ്റ്റർ ആയിട്ട് ഫിക്സ് ചെയ്യുക. ഇപ്പൊ മാർച്ച് 21 തന്നെ പൗർണമി ആണെങ്കിൽ നെക്സ്റ്റ് സൺഡേ വരും, അല്ലെങ്കിൽ മാർച്ച് 21 കഴിഞ്ഞു വരുന്ന പൗർണമി അത് കഴിഞ്ഞു വരുന്ന സൺഡേ. അപ്പൊ മാർച്ച് 21 കഴിഞ്ഞു വരുന്ന പൗർണമി ചിലപ്പോൾ മാർച്ച് 21 കഴിഞ്ഞിട്ട് ചിലപ്പോൾ കുറേ ദിവസം കഴിഞ്ഞായിരിക്കും പൗർണമി വരുന്നത്. അങ്ങനെ അതിനനുസരിച്ച് ഈസ്റ്റർ നീണ്ടു പോകും. അപ്പോൾ മാർച്ച് 21 കഴിഞ്ഞു വരുന്ന പൗർണമി കഴിഞ്ഞുള്ള ഞായറാഴ്ചയാണ് ഈസ്റ്റർ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഇത് വാസ്തവത്തിൽ യഹൂദരുടെ പെസഹയുമായി ബന്ധപ്പെടുത്തിയാണ് ഇങ്ങനെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത്. യഹൂദരുടെ പെസഹ നീസാൻ മാസം 15-ാം തീയതി. ഇന്നത്തെ രീതിക്ക്, അവരുടെ രീതിക്ക് അത് 15ആണ്. നമുക്ക് അതിനെ 15ആണോ 14ആണോ വിളിക്കുന്നത് എന്നൊരു സംശയം വരും. കാരണം നമ്മളുടെയൊക്കെ ദിവസങ്ങൾ ആരംഭിക്കുന്നത് മിഡ്നൈറ്റ് 12-നാണ്, രാത്രി 12 മണിക്കാണ് നമ്മുടെ ദിവസങ്ങൾ ആരംഭിക്കുന്നത്. നേരെ മറിച്ച് യഹൂദരുടെ ദിവസം ആരംഭിക്കുന്നത് സൂര്യാസ്തമനത്തിന് ശേഷമാണ്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞു, അപ്പം മുതൽ അടുത്ത ദിവസം ആരംഭിക്കുകയായി. അപ്പം നീസാൻ മാസം 14-ാം തീയതി സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പെസഹ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ നീസാൻ മാസം 14-ാം തീയതി സൂര്യൻ അസ്തമിച്ചാൽ 15-ാം തീയതിയാണ്. അപ്പോൾ 15-ാം തീയതിയാണ് പെസഹ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്താണ് അന്നത്തെ ഈജിപ്തിൽ നിന്ന് അവർ ആചരിച്ച പെസഹായുടെ പുനരാവിഷ്കരണം അവർ എല്ലാ വർഷവും നടത്തും. അവിടെയാണ് അവർ കുഞ്ഞാടിനെ ചുടുന്നതും, ഊനമില്ലാത്ത കുഞ്ഞാടിനെ ചുടുന്നതും അതിൻ്റെ എല്ലടക്കമുള്ള മുഴുവൻ സംഗതികളും ഭക്ഷിക്കുന്നതും ഒക്കെ ഈ പെസഹ ദിനത്തിലാണ്. അപ്പോൾ അവർക്ക് കൃത്യമായ ആചാര രീതികളുണ്ട്. അതൊക്കെ അവരുടെ പുസ്തകങ്ങളിൽ പിന്നെ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും അവസരം വന്നാൽ നമുക്ക് വിശദീകരിക്കാം. എന്തായാലും അവരെ പെസഹ ആചരിക്കുന്നത് ഈ പറഞ്ഞ ദിവസമാണ്. പക്ഷെ ഇവർ ഈ കലണ്ടർ, ഈ യഹൂദ കലണ്ടർ എല്ലാ വർഷവും അവർ അഡ്ജസ്റ്റ് ചെയ്ത്
ഈ ഈ 14-ാം തീയതി രാത്രി ഈ നിസാൻ മാസം 14-ാം തീയതി സൺസെറ്റ് കഴിഞ്ഞാൽ വരുന്ന ആ രാത്രി പൗർണമിയാകത്തക്ക രീതിയിലാണ് ആ കലണ്ടർ അവർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ 14-ാം തീയതി കഴിഞ്ഞ് 15-ാം തീയതിയിലേക്ക് പോകുന്ന ആ രാത്രി അത് നിശ്ചയമായിട്ടും പൗർണമി ആയിരിക്കും. ആ രീതിയിലാണ് അവർ ആ കലണ്ടർ സെറ്റ് ചെയ്യുക. അപ്പൊ നമ്മളത് ഈ ഗ്രിഗോറിയൻ കലണ്ടറുമായിട്ട് നോക്കുമ്പോൾ അത് മാർച്ച് 21 കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ പൗർണമിയാണ്. അപ്പൊ നീസാൻ മാസത്തെ 14-ാം തീയതി കഴിഞ്ഞ് വരുന്ന ആ രാത്രി അതൊരു പൗർണമിയാണ്. ആ പൗർണമി മാർച്ച് 21 കഴിഞ്ഞു വരുന്ന ആദ്യത്തെ പൗർണമി ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മാർച്ച് 21 കഴിഞ്ഞു വരുന്ന ആദ്യത്തെ പൗർണമിക്ക് ശേഷം വരുന്ന ഞായറാഴ്ച ഉയർത്തെഴുന്നേൽപ്പിന്റെ ഞായറായിട്ട് ഫിക്സ് ചെയ്യുന്നത്. ഇപ്പൊ അത് കാരണം നമ്മളെ സംബന്ധിച്ച്, ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഈ പെസഹ കുഞ്ഞാട് എന്ന് പറയുന്നത് ഈശോയാണ്. അപ്പം യഹൂദരെ സംബന്ധിച്ച് അവിടെ പെസഹ കുഞ്ഞാടിനെ അവർ ഭക്ഷിക്കുന്നുണ്ട്. പിന്നീട് അവരുടെ ആചാരങ്ങളനുസരിച്ച് പിന്നെ യോം കിപ്പൂർ ഡേയിൽ അവർ ഒരു കുഞ്ഞാടിനെ പിടിച്ചുകൊണ്ട് ഇതുപോലെ ഊനമറ്റൊരു കുഞ്ഞാടിനെ കൊണ്ടുവരികയും ആ കുഞ്ഞാടിന്റെ മുകളിൽ രക്തം തളിക്കുകയും രക്തം തളിച്ചിട്ട് അവരുടെ പാപം മുഴുവൻ ആ കുഞ്ഞാടിന്റെ മേലെ ആരോപിച്ചുകൊണ്ട്, സമൂഹത്തിന്റെ എല്ലാ യഹൂദ സമൂഹത്തിന്റെയും പാപം മുഴുവൻ കുഞ്ഞാടിന്റെ മേലെ ആരോപിച്ചുകൊണ്ട് ആ കുഞ്ഞാടിനെ വൈൽഡർനെസ്സിലേക്ക് അല്ലെങ്കിൽ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക്, കാട്ടിലേക്ക് അയക്കുകയും ആ ചെന്നായി ഈ കുഞ്ഞാടിനെ ഭക്ഷിക്കുമ്പോൾ അവരുടെ പാപങ്ങൾക്കൊക്കെ പരിഹാരമായി എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു രീതിയൊക്കെ യഹൂദരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിന്റെ ഒരു പുനരാവിഷ്കരണമാണ് യേശുവിന്റെ ബലി എന്ന് പറയുന്ന കുരിശിലെ ബലിയാണ്. അപ്പം ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് പെസഹ കുഞ്ഞാട് എന്ന് പറയുന്നത് ഈശോയാണ്. അപ്പം ഈശോയുടെ ബലി, കുരിശിലെ ബലി എന്ന് പറയുന്നത് അവിടുന്ന് രക്തം ചിന്തി മരിച്ചത് മനുഷ്യരുടെ പാപങ്ങളെ പ്രതിയാണ്. അപ്പം ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ദൈവം പൂർണ്ണതയാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും പൂർണ്ണമായും ക്രിസ്തു അവകാശപ്പെട്ടതാണ്. അപ്പം ക്രിസ്തുവിന്റെ കുരിശ് മരണം എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പാപങ്ങൾ ക്രിസ്തു ഏറ്റെടുത്ത് കുരിശിൽ മരിക്കുകയാണ്. അപ്പം ക്രിസ്തു ഒഴുക്കിയ രക്തം എന്നുള്ളത് ഒരു വ്യക്തിയുടെ പാപങ്ങൾ കഴുകാൻ വേണ്ടിയുള്ള രക്തമാണ്. ആ രക്തത്താൽ കഴുകപ്പെട്ട മനുഷ്യർ സ്വർഗപ്രവേശനം ലഭിക്കും, അല്ലെങ്കിൽ അവർ പരിശുദ്ധരായിരിക്കുമെന്നും അങ്ങനെ പരിശുദ്ധരായിട്ടുള്ളവർക്ക് മരണശേഷം സ്വർഗം ലഭിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ ദൈവത്തോട് ഒന്നുചേരാൻ സാധിക്കും എന്നുള്ളതാണ് ക്രിസ്ത്യൻ കൺസെപ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ യഹൂദരുടെ പെസഹായും ഈസ്റ്ററും തമ്മിൽ ക്രിസ്തുവിന്റെ പീഡാസഹനവുമായി ബന്ധപ്പെട്ട് വരുന്ന ഈസ്റ്ററും കൂടി ബന്ധപ്പെടുത്തി കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഈ കലണ്ടർ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ കലണ്ടറിനെ സംബന്ധിച്ചുള്ള കൺഫ്യൂഷൻ ഏകദേശം എല്ലാവർക്കും മാറിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് പിന്നെ ഒരു സാധാരണ അങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ അല്ല, കുറച്ച് മെനക്കെട്ടുണ്ടാക്കുന്ന ഇൻഫർമേഷനാണ്. നിങ്ങൾക്കിത് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായിട്ട് മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഇതൊന്ന് പാസ് ചെയ്യണം. കാരണം ഇത് ആളുകൾക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു വിഷയമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.